ഇന്ന് രാവിലെ ഉണ്ടല്ലോ എണീറ്റ് വന്നപ്പോൾ നല്ല മഴയെ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ മഴ തോർന്നിട്ടൊന്നുമില്ല. രാവിലെ തന്നെ ഒരു കട്ടൻ ചായയും കട്ടൻ കാപ്പിയും എടുത്തിട്ട് ഞാനും എൻ്റെ കെട്ടിയവനും കൂടെ അങ്ങോട്ട് മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് കുടിച്ചു കേട്ടോ. മക്കൾ ഈ വക ശീലങ്ങളൊന്നുമില്ല. നമ്മുടെ സോപ്പ് ഇതാ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ കാര്യം കട്ടപ്പൊക്കെയാണ്. ഇവൻ ഇങ്ങനെ നടക്കും. ചൂട് കിട്ടണ്ടേ, എവിടെയെങ്കിലും ഇരിക്കാൻ കിടക്കുകയും ചെയ്യണം. അങ്ങനെയും ചെയ്യൂല. നമ്മളിങ്ങനെ മുട്ടിപ്പറ്റി നിൽക്കും കേട്ടോ. മഴ ഇങ്ങനെ തകർത്ത് പെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നേ. പിന്നെ ഞാൻ അടുക്കളയ്ക്ക് വന്ന് സാമ്പാറിനുള്ള പരിപ്പൊക്കെ വേവിച്ച് ഒരു തട്ടിലതാ ഇഡ്ഡലി വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ഇഡ്ഡലി സാമ്പാറാണ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ എൻ്റെ സാമ്പാറിലേക്ക് കാര്യമായിട്ട് കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ. ക്യാരറ്റ്, വെള്ളരി, കിഴങ്ങ്, ഒരു തക്കാളി, പിന്നെന്താ കറിവേപ്പില, പച്ചമുളക്, മല്ലിച്ചപ്പ്, ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇതൊക്കെ കൂടെ വെന്ത പരിപ്പിലേക്ക് അങ്ങ് ഇടും. പരിപ്പ് വേവിക്കാൻ വെക്കുമ്പോൾ ഞാൻ കുറച്ച് കായപ്പൊടി ഇടും കേട്ടോ. കുറച്ചൊന്ന് കായം മുന്തി നിൽക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പരിപ്പ് വെന്ത് കഴിഞ്ഞപ്പോഴത്തേനും കഷ്ണങ്ങളൊക്കെ പാടങ്ങോട്ട് തട്ടിയിട്ട് പിന്നെ കുക്കറിൽ അങ്ങനെ വിസിലൊന്നും അടിക്കൂല. കാര്യം അങ്ങനെ വേവുള്ള കഷ്ണങ്ങളൊന്നും ഇതിലില്ലല്ലോ. അങ്ങനെ തുറന്ന് വെച്ച് വേവിക്കും. അതിൻ്റെ കൂടെയാണ് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് സാമ്പാർ പൊടിയും കൂടെ അങ്ങോട്ട് മറിക്കും. അതും കൂടി ഇട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു പകുതി മുക്കാൽ വേവാകുമ്പോൾ അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കും. എന്നിട്ട് ഒരു കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിയുമ്പോഴത്തേക്കിനും അതിലേക്ക് മല്ലിച്ചപ്പ് ഇടും. അത് കഴിഞ്ഞിട്ട് വറവ് സാധാരണ നമുക്കറിയാമല്ലോ. ചെറിയുള്ളി, കറിവേപ്പില, വെളിച്ചെണ്ണ ഇതൊക്കെ കൂടെ വറവാക്കി അങ്ങോട്ടിടും. അങ്ങനെ ഉഡായിപ്പ് സാമ്പാർ റെഡി. അപ്പോൾ നമ്മുടെ മഴ നിന്നിട്ടില്ല കേട്ടോ. മഴ ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം. പിന്നെ ഞാൻ കുറച്ച് ചായയും കൂടി ഇട്ടു. ചായ ഇട്ടിട്ട് പിന്നെന്താ ഇഡലി, സാമ്പാർ, ചായയൊക്കെ ആയിട്ട് സിറ്റൗട്ടിൽ വന്നിരുന്നെങ്കിൽ മഴ ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചു. അപ്പോൾ ഇതൊക്കെയായിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.